നമ്മുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രങ്ങളായ ഇവിടെ ആദരവുകൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, PTA അംഗങ്ങൾ, ബഹുമാന്യരായ പേരൻസ്, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭാവി കേരളത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും പ്രതീക്ഷയായ സന്തോഷത്തോടും കൂടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ് കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ. കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചു, കേരളത്തിലെ 10 വിദ്യാലയങ്ങൾ, നല്ല 10 വിദ്യാലയങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊന്ന് കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളായി. അതിന്റെ പിന്നിൽ ഉള്ളതായ രഹസ്യം എന്ന് പറയുന്നത് വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന നമ്മുടെ മാത്യു സാറും വർഗീസ് സാറും അവരോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റാഫ് മെമ്പേഴ്സും മാനേജ്മെന്റിന്റെ കരുതലോടുകൂടിയ ഇടപെടലുകൾ, പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ശ്രീ അനീഷിന്റെ പിന്തുണ, അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് ഭാരവാഹികൾ, മെമ്പേഴ്സ് തുടങ്ങിയവരുടെ എല്ലാം സാന്നിധ്യവും അനുഗ്രഹവും, ഇതെല്ലാമാണ് നമ്മെ കേരളത്തിലെ ശ്രദ്ധേയമായ വിദ്യാലയങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. വിവിധ രംഗങ്ങളിൽ, അത് രാഷ്ട്രീയ രംഗങ്ങളിലായി ആണെങ്കിലും സാമുദായിക രംഗങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും ഒക്കെയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഈ അക്ഷര വിദ്യാലയത്തിൽ നിന്നും ഈ ആത്മബന്ധത്തിൽ വളർന്ന ഈ അന്തരീക്ഷവുമായി ഈ സ്കൂളിന്റെ തുടിപ്പായി മാറി ഇവിടെ നിന്നും ആർജിച്ചതായ അറിവും ഊർജവും കൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യധാരയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒട്ടനവധി പ്രതിഭകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനെല്ലാം നമുക്കൊരു മാധ്യമമായി, മുഖാന്തരമായി മാറുവാൻ കഴിഞ്ഞു എന്നതിലാണ് ഈ പ്രസ്ഥാനം നിന്ന് അഭിമാനം കൊള്ളുന്നത്. രീതിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിവർത്തിച്ചാൽ ഈ ലോകം പിടിച്ചടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് ജഗദീശ്വരൻ നിങ്ങൾക്ക് സൗഭാഗ്യം തരട്ടെ, ഉന്നതമായ നിലകളിലേക്ക് നിങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കേരളം പഞ്ചായത്തിന്, കേരളം പട്ടണത്തിന്, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവരെക്കാലവും തിലകക്കുറികളായി അവർ ഉയർന്നു ശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരു വാക്ക്, ഇനി ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളുടെ പ്രകാശം ജ്വലിക്കുന്ന കണ്ണുകളിലേക്ക് ഞങ്ങൾ ഏകാഗ്രതയോടെ നോക്കുകയാണ്. നാളെ നിങ്ങൾ ഇതുപോലെ ഇവിടെ ഇരിക്കണം. നാളെ നിങ്ങൾ ഒത്തിരി സ്വപ്നങ്ങളുള്ളവരായി, ആ സ്വപ്നങ്ങൾ കീഴടക്കുന്നവരായി നിങ്ങൾ വളർന്നു വരണം. പരിസ്ഥിതി ശിക്ഷണ സമാജത്തെ സംബന്ധിച്ച് കേരള സ്കൂള് വളരെ അഭിനന്ദനാർഹമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ കൂടി വന്നിരിക്കുന്ന കുട്ടികളിൽ നിന്ന് അവാർഡ് വാങ്ങുന്ന +2, SSLC, അതോടൊപ്പം തന്നെ MMS, USS തുടങ്ങിയിട്ടുള്ള സ്കോളർഷിപ്പുകൾ വാങ്ങുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും വളരെ വിജയം നേടിയതുകൊണ്ട് മുന്നേ തന്നെ അവരെ അഭിനന്ദിക്കുവാനും അവരെ ഒരുക്കിയ അധ്യാപകരെയും പ്രത്യേകിച്ച് അവരെ കരുതി ഈ നിലയിലേക്ക് ഒരുക്കിയ മാതാപിതാക്കളെയും മുന്നേ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുവാനായി ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് അറിവിന്റെ വലിയ നേട്ടം കൊയ്ത് ഉന്നത വിജയം കൈവന്നിരിക്കുകയാണ്. പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച്
അറിവ് നേടുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, ഒരാവശ്യമാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി ഒരു വ്യക്തിക്ക് ആവശ്യം വേണ്ടത് തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും തിരിച്ചറിവ് നേടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കാണേണ്ടത് ഈ മെച്ചപ്പെട്ടതെന്ന് പറയുന്ന പല സ്കൂളുകളും നമ്മളെക്കാൾ മോശമാണ്. ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് കുറെ വിജയം നേടുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതാണ് പല സ്ഥാപനങ്ങൾ നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ഇതിനേക്കാൾ ചിലപ്പോൾ 1-2 A+ കൂടുതൽ മേടിച്ചിട്ട് അതൊരു വലിയ മഹത്വമായിട്ട് പറയുന്ന ഒരു രീതിയിൽ പോകണം. എന്നാൽ അതിനപ്പുറത്തേക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ ഞാൻ ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ളതിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, ഇവിടെ ഏത് വിദ്യാർത്ഥി വന്നാലും അവരെ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും അധികം ഞാൻ എല്ലാ യോഗങ്ങളും പറയാം, പട്ടികവർഗ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം ഇതാണ്. ഞാൻ തന്നെ അപ്പുറത്തൊരു സ്ഥാപനത്തിൽ പട്ടികവർഗ അരക്കാത്തോണ്ട് പട്ടികവർഗ വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകാതെ വന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് മണത്തിനെ പോയാൽ നിങ്ങളുടെ സ്റ്റൈഫറ്റ് കിട്ടണമെങ്കിൽ മണത്തിനെ കിട്ടുള്ളൂ, ഇവിടെ തരാൻ കഴിയില്ല, പ്രയാസമായിരിക്കും കാരണം. ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അവരോട് ദേഷ്യപ്പെട്ടതിന് ശേഷം അഡ്മിഷൻ കൊടുക്കാതെ നിവർത്തിയില്ല, വിഷയമാകുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ കൊടുത്ത സാഹചര്യമുള്ള സ്കൂളുകളുണ്ട്. പക്ഷെ ഇവിടെയോ നമ്മൾ ആർന്ന ഫാമിലെ കുട്ടികളെ സ്വീകരിക്കുന്നുണ്ട്. കേരള പഞ്ചായത്തിലെ എല്ലാ പട്ടികവർഗ കോളനികളുടെ കുട്ടികൾ, കണിച്ചാർ പഞ്ചായത്തിലെ പട്ടികവർഗ കോളനിയിലെ, കുട്ടികൾ പഞ്ചായത്തിലെ പട്ടികവർഗ കോളനിയിലെ ഞാൻ വിഭാഗത്തിന് മോശമെന്ന് പറയില്ല. അപ്പോൾ പട്ടികവർഗം എന്നുള്ള കോളനി എന്നുള്ള പേര് തന്നെ മാറ്റുന്ന സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ കോളനി വൽക്കരണത്തിൻ്റെ എല്ലാ ആവശ്യത്തിലും അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതിൻ്റെ പുതിയ പേരുകൾ വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന ഏറ്റവും അവഗണിക്കപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ടാണ് കേരള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂള് SSLCക്കും +2-വിലും ഈ വലിയ വിജയം നേടുന്നതെന്നുള്ള ആ കാര്യം ആരും മറന്നു പോകരുത്. നമ്മുടെ വിളിക്കുന്ന രക്ഷിതാക്കൾ ഓർക്കണം, അത് നമ്മൾ മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താനും സാധിക്കണം. ഏത് തരത്തിലെത്തിയാലും ഒരു തെറ്റായ കാര്യത്തിലും വീടില്ല എന്ന് ഉറപ്പുവരുത്താൻ, സമൂഹത്തെ സ്നേഹിക്കാൻ, നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കാൻ, നിങ്ങളെ സഹായിച്ച അധ്യാപകർ അവർ വലിയ കഠിനാധ്വാനം ചെയ്യണം. അവർക്കിപ്പോൾ അവധി ദിവസങ്ങളില്ല. മറ്റൊരാഴ്ചയില്ല. പഞ്ചായത്തിലൊക്കെ ജീവനക്കാർ ശനിയാഴ്ച വരുമ്പോൾ അധ്യാപകർക്ക് ശനി ഞായറും അവധി എന്നുള്ള നിലയാണ്. പക്ഷെ ഇപ്പം വീട്ടിൽ നല്ലപോലെ പഠിക്കണം, നല്ല ഗൃഹപാഠം ചെയ്യണം. കാരണം പുതിയ പുതിയ ലോകത്തുണ്ടാകുന്ന പുതിയ ചലനങ്ങളെ കുറിച്ച് പഠിച്ച് നിങ്ങൾ പഠിക്കണം.
മുമ്പിലിരിക്കുന്ന 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 ഈ 5 ഡിവിഷനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്ന് നമ്മുടെ തിരുമേനിയും ഫാദറും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ളവരൊക്കെ സംസാരിച്ചത്. എനിക്ക് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ 14 ഫുൾ A+ കിട്ടി ജയിച്ചപ്പോഴും കുട്ടികളുമായി പ്രിൻസിപ്പളും അധ്യാപകരും എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ ഇവിടുന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ ആത്മാർത്ഥത, അതിനുശേഷം 30 A+ ആണ് ഇവിടെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ലഭിച്ചത്. ആ വിദ്യാർത്ഥികളെയും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും PTA-യെയും രക്ഷിതാക്കളെയും ഞാൻ ഈ അവസരം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ചേച്ചിയും ചേട്ടന്മാരും എല്ലാം ഈ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് മൊമെൻ്റുകളും എല്ലാം മേടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ അടുത്ത വരും വർഷങ്ങളിൽ ഇതുപോലെയുള്ള ഒരു ആദരവ് നേടിയെടുക്കുവാൻ ഉള്ള ഒരു ശക്തി ഉണ്ടാകണമെന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസമാണ് ഇതിനെല്ലാം അടിത്തറ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ മനോജനച്ഛൻ പറഞ്ഞതുപോലെ അറിവ് നേടുമ്പോൾ അത് കൂടുതലായി തിരിച്ചറിവും കൂടി ഉള്ള ഒരു മക്കളായി, സാമൂഹിക പ്രതിബദ്ധതയുള്ള മക്കളായും ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാര്യങ്ങളിലും വന്ന് സംബന്ധിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. ഞാൻ ഈ കേരളത്തേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ദേവാലയത്തിൻ്റെ വികാരിയും ഈ സ്കൂളിൻ്റെ ഒരു ചുമതലയും കൂടി നൽകപ്പെട്ടപ്പോൾ ആദ്യമായാണ് ഇങ്ങനൊരു ഉത്തരവാദിത്വം തന്നെ ഞാൻ ഏറ്റെടുത്ത് നടത്തുന്നത്. പക്ഷേ വളരെ മനോഹരമായി സഹകരിക്കുന്ന അധ്യാപകരെ, അതിലേറെ സ്നേഹത്തോടെ കാണുന്ന ഈ കേരളത്തെ പ്രിയപ്പെട്ട ആളുകൾ, ബഹുമാനത്തോടെ കാണുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവരോടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് വളരെ മനോഹരമായി ഞാൻ കാണുന്നത്. ഒരു तुषार